ഇന്നെനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ഉള്ള ദിവസമാണ് കേട്ടോ. കാരണം ഇന്നെനിക്ക് ക്ലാസ്സുണ്ട്. അമ്മയ്ക്കും വേറൊരു വഴിക്ക് പോകാനുണ്ടായിരുന്നേ. അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അംഗൻവാടിയുണ്ട്. അവിടെ അവനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാനാണേ കൊണ്ടുവിട്ടതൊക്കെ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് മിഠായിയൊക്കെ വാങ്ങിക്കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ഞാൻ പോയപ്പോൾ കരഞ്ഞോ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ. അതാ ഈ വഴിക്കാണ് അംഗൻവാടി. അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് നോക്കട്ടെ എന്ന് ഓർത്താണ്. എന്നിട്ട് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാനാണേ. 5-6 കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെയുള്ള. എല്ലാവരെയും ഞാൻ കണ്ടിട്ടില്ല. രാവിലെ ഞാൻ കൊണ്ടുവിട്ടപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണേ കൊച്ചവിടെ എന്തെടുക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാതെ കഥയൊക്കെ തുറന്ന് ചെന്നപ്പോൾ അവരെ ഉറക്കാനുള്ള പരിപാടിയാണേ. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇത് എന്നെ കണ്ടു കേട്ടോ. എന്നെ കണ്ടപ്പോൾ ചാടിയും ഇറങ്ങി പോന്നു കേട്ടോ. ഉറങ്ങാൻ തുടങ്ങുമായിരുന്നേ. അവസാനം ഞാൻ ടീച്ചറിനൊക്കെ ടാറ്റ കൊടുത്തിട്ട് പോരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായി. പിന്നെ ആൾ ആക്റ്റീവായി. ടീച്ചറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറുതായിട്ട് അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. നമുക്കിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ടാണ്. ശരിക്കും നഴ്സറിയിലൊന്നും വിടേണ്ട പ്രായമായിട്ടില്ല. 2.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളേ. ഇനിയിപ്പോൾ എന്തായാലും വിടുന്നില്ല. ഇതിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലത്തെ അത്യാവശ്യമൊക്കെ ഉള്ള സമയത്ത് കൊണ്ടുവിടാറുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ. അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. അപ്പോഴത്തേക്കും ഇത് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നെയ്യപ്പത്തിനുള്ള മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ അമ്മ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി കേട്ടോ. അടിപൊളിയായിരുന്നേ.